ഭിന്നശേഷിനെ കുറിച്ച് അറിയുന്നതിന് ഒരു പരിമിതി. പിന്നെ അത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ജീവിതം ആരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളെ മക്കൾ പേടിക്കുന്നത്? നമ്മൾക്ക് നമ്മുടെ സമയം കഴിഞ്ഞു പോവാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേറൊരു മാർഗവും ഇല്ല. അതായത് ഇതൊരു രോഗാവസ്ഥയല്ലെന്നും നീണ്ടവനും കുറിയവനും തടിച്ചവനും മെലിഞ്ഞവനും ഒക്കെ ഉള്ളതുപോലെ ശരീരത്തിന്റെ ഒരു അവസ്ഥ മാത്രമാണെന്നും നമ്മൾ വേൾഡ് ഡിസബിലിറ്റി ഡേയെ കുറിച്ച് പറഞ്ഞത്, പൊതുവേ നമ്മൾ ഈ ഒരു ദിവസം അല്ലെങ്കിൽ വേൾഡ് ഡിസബിലിറ്റി ഡേക്ക് കാണുന്നത് നമ്മുടെ മീഡിയകളൊക്കെ ചെയ്യുന്ന ഒരു സക്സസ് ആയ ഇങ്ങനെയുള്ള വിഭാഗത്തിൽ വിജയിച്ച ആളുകളുടെ സ്റ്റോറി. അതായത് പിന്നെ 2 കാലില്ലാത്ത ഒരാൾ എവറസ്റ്റ് കീഴടക്കി, അതുപോലെ ബിസിനസ് ചെയ്ത് വിജയിച്ചു, ഇങ്ങനെയുള്ള വിജയിച്ച ആളുകളെ കുറിച്ചുള്ള ഒരു ഗംഭീര മോട്ടിവേഷൻ സാധനമാണ് നമ്മൾ പൊതുവെ മീഡിയകളിൽ കാണാറുണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റാത്ത എത്രയോ മനുഷ്യന്മാർ മറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ കാണാതെയാണ് എത്രയോ നിസ്സാരമായ വളരെ ചുരുങ്ങിയ ശതമാനം വിജയിച്ച ആളുകളുടെ കഥകൾ. അതുപോലും ഈ ഡിസബിലിറ്റി ഉള്ള ആളുകളെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയല്ല, സാധാരണ മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ 2 കാലില്ലാത്ത ഒരു മനുഷ്യൻ്റെ അറസ്റ്റ് കയറിയിരിക്കുന്നു, നിങ്ങൾ 2 കാലിലായിട്ടും കയറുന്നില്ല എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം പോലും ഉപയോഗിക്കുന്നത്. കാരണം മീഡിയകൾക്ക് അതാണ് ആവശ്യം, അല്ലെങ്കിൽ പൊതുജനങ്ങൾ അങ്ങനെയുള്ള സ്റ്റോറി, അങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് അറിയാനാണ് ഇഷ്ടപ്പെടുന്നത്. അതേസമയം ഈ മേഖലയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെ മുറ്റത്തിറങ്ങാൻ പറ്റാത്ത ആളോടാണ് എവറസ്റ്റ് കയറിയ ആളുടെ വിജയകഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യനൊന്ന് റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ ഗൗരവത്തോടൊരു കാര്യം ചെയ്യുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് തോന്നുന്നു ഈ വേൾഡ് ഡിസബിലിറ്റി ഡേയിൽ നമ്മൾ ഇനിയെങ്കിലും പറഞ്ഞു തുടങ്ങണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂനിസ് കുറേ മീഡിയകളെ സമീപിച്ചു. ഈ ദിവസം നമുക്കിങ്ങനെ അല്ലാത്തൊരു സ്റ്റോറി യാഥാർത്ഥ്യം പറയണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം നമ്മൾ പ്രാഞ്ചേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നല്ലൊരു കാര്യം, തോറ്റോന്റെ വേദന തോറ്റോന് മാത്രമേ അറിയുള്ളൂ, എന്താ പറയുന്നത്, തോറ്റോന്റെ വേദന തോറ്റോനെ അറിയുള്ളൂ പുണ്യാള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ഈ മേഖലയിൽ ജയിച്ച ആൾക്കാരുടെ സ്റ്റോറി മാത്രം പറയുമ്പോൾ ആ സ്റ്റോറി വായിക്കുന്ന ഒരാൾ അയാളുടെ ചുറ്റുവട്ടത്തുള്ള ഇങ്ങനെയുള്ള ഒരാളെ നോക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഭിന്നശേഷിയില്ല, ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റിയിൽ ഒരാളെ നോക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രക്ഷിതാക്കളെ നോക്കുന്നത് നിങ്ങൾ എന്തൊരു ദുരന്തമാണ്, സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളില്ല, അതിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ നോക്കുന്നത്. അപ്പം സമൂഹത്തിന്റെ അകത്ത് സമൂഹത്തിന് ഭിന്നശേഷിനെ കുറിച്ച് അറിയുന്നതിന് ഒരു പരിമിതി, എല്ലാം അറിയാം എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിലും കൃത്യമായി ആ അറിയുന്നതിന്റെ അപ്പുറത്താണ് ഇവരുടെ ജീവിതം. അപ്പൊ അത്തരത്തില് ഇങ്ങനെയുള്ള സക്സസ് സ്റ്റോറി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ഇവർ കൂടുതൽ തോറ്റുപോകും. അപ്പൊ അവരെ തോറ്റുപോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരെ തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന് ഈ മേഖലയിൽ ഇവർ അനുഭവിക്കുന്നവരുടെ ജീവിതം എത്രത്തോളം എന്ത് എന്നും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും സമൂഹം അറിയേണ്ടതുണ്ട്. അപ്പൊ അറിയുന്നതിന് നമുക്ക് ഏറ്റവും നല്ല ഒരു അവസരം എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയ, മറ്റു മീഡിയകളിൽ അവരെപ്പോഴും ഈ സക്സസ് സ്റ്റോറീസിലാണ് ആ ദിവസങ്ങളിലേക്ക് സമീപിച്ച ആളുകളൊക്കെ എല്ലാവർക്കും അങ്ങനെ ഒരു സക്സസ് സ്റ്റോറീസ് ഉണ്ട്. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയേണ്ടത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഒരു സാധാരണ ഒരു സ്കൂളിൽ വെക്കുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റം പോലെ എല്ലാവരും ആ ഒരു മാർക്കിൽ അളന്നെടുക്കാൻ പറ്റുന്നതല്ല. ഇവർ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെ പ്രശ്നങ്ങളും ഡിഫറെന്റ്. അപ്പൊ ഇവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്നും അതിലെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും ഇപ്പം സത്യത്തില് ഒരാള് ഒരു വലിയ സ്വപ്നങ്ങളായിട്ട് പഠിച്ചു, നല്ല ജോലി, നല്ല കുടുംബജീവിതം, സന്തോഷകരമായ ഒരു ഇതൊക്കെ കണ്ടിട്ടാണ് ഒരു വിവാഹത്തിലൊക്കെ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്നതോടുകൂടി, ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ പ്രശ്നങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കുട്ടി ജനിക്കുന്നത്, ആദ്യം തന്നെ അവർ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നുള്ളത്, എന്താണ് എന്നുള്ളത്. പിന്നെ അത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ജീവിതം ആകെ മാറിപ്പോവാണ്. അവർ മുഴുവൻ അവിടെയാണ് ഇവർ തകർന്നു പോകുന്നത്, തോറ്റു പോകുന്നത്, അവർ ശരിക്കും ഒറ്റപ്പെടുത്തപ്പെട്ടു. അപ്പൊ ഈ കാര്യങ്ങള് അവരെ ജീവിതം അവർ തോക്കാതിരിക്കണമെങ്കിൽ ആളുകളുടെ സമീപനങ്ങളിൽ ഒരു മാറ്റം വരും. അപ്പൊ അവിടെയാണ് നമ്മളോട് പറയുന്ന ഓട്ടിസം ഉള്ള കുട്ടിയുടെ പാട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ അതല്ല നജീബക്ക, അങ്ങനല്ല.
ഇപ്പം നമ്മളിപ്പോൾ ഈ അറിയപ്പെടുന്ന ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളതിനൊരു പിന്നെ പക്ഷെ ആളുകളിലേക്ക് ഇങ്ങനെ കുറേ ആളുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ആളുകൾക്ക് കുറച്ചെങ്കിലും ഇങ്ങനെ ആളുകളെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. വിജയകഥകൾ ആണ് ശരി തന്നെയാണ്, കുറേ വിജയകഥകൾ തന്നെയാണ് പറയുന്നതെങ്കിലും സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഞാനടക്കം എന്നെ പോലുള്ള ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയതും അറിയപ്പെട്ട് തുടങ്ങുന്നതും ഇങ്ങനെ നമുക്ക് വന്ന ന്യൂസുകളും നമ്മളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന ന്യൂസുകളിൽ തന്നെയാണ്. അല്ല നമ്മൾ വിജയിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഭാഗമായിട്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല, ആരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾക്ക് നമ്മുടെ സമയം കഴിഞ്ഞു പോവാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേറൊരു മാർഗ്ഗവും ഇല്ല എന്ന് തോന്നിയ തോന്നലിൽ നിന്നാണ് നമ്മൾ പലതും ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. കാരണം നമ്മളുടെ പരിമിതിയിൽ ഇരുന്നു കൊണ്ട് നമുക്കൊന്നും പറ്റില്ല എന്നുള്ളൊരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നൊന്നും അതിനെക്കുറിച്ചൊന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത്. എനിക്ക് എൻ്റെ പരിമിതിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അത് സമൂഹത്തിനെ കാണിക്കണമെന്ന് കരുതിയിട്ടോ അതിലെ സമൂഹത്തിൽ ഇറങ്ങി ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ സമയം എനിക്ക് ചെലവഴിക്കണം, എനിക്കൊന്നും വേറൊരു മാർഗ്ഗവുമില്ല, എനിക്ക് ആരും എന്നെ കാണാൻ വരുന്നില്ല, ആരും എന്നെ അറിയുന്നില്ല. അപ്പോൾ നമ്മളെന്നൊരു വ്യക്തി നമ്മളെ തന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ കാരണം അതൊന്നും പിന്നെ വിജയകഥകളായിട്ട് വരുന്നത് ന്യൂസുകളൊക്കെ വന്നപ്പോഴാണ്. അപ്പോഴാണ് പിന്നെ ആളുകൾ അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെ കണ്ടതും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനും തുടങ്ങിയിട്ടുള്ളത്. അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ ഇങ്ങനൊരു ന്യൂസ് തന്നെയാണ് നമുക്കൊരു അവസരം തന്നിട്ടുള്ളത്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ പോകാൻ തുടങ്ങി, പല വേദിയിൽ നമ്മളെ ആദരിക്കാം, അങ്ങനെ പല രീതിയിൽ നമ്മൾ പുറത്തിറങ്ങിയതൊക്കെ ഈ ഒരു കാരണത്തിൽ തന്നെയാണ്. പക്ഷേ ആളുകൾ ഇപ്പം നേരത്തെ നജീബൊക്കെ പറഞ്ഞതുപോലെ ഇതാണ് എല്ലാവരും എന്നാണ് ഈ ഒരു അവസ്ഥയിലുള്ള ആളുകളെ കുറിച്ച് മൊത്തം കാണുന്നത്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യണം, മീഡിയ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു, സമൂഹം അങ്ങനത്തെ ഒരു ധാരണയും വന്നു. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഒന്നെങ്കിൽ ചിത്രം വരയ്ക്കണം, അല്ലെങ്കിൽ അവർ കഥ എഴുതണം, അല്ലെങ്കിൽ അവർ പാട്ട് പാടണം, ഇങ്ങനെ ഒരു കാഴ്ചപ്പാടായി. കാരണം ഒരു കഴിവില്ലാത്തവരുണ്ടെങ്കിൽ അവര് അങ്ങനെ അല്ലല്ലോ വേണ്ടത്. അങ്ങനെ ഒരു കുഴപ്പം അല്ലെങ്കിൽ കുഴപ്പങ്ങളാണ്. കാരണം ഇങ്ങനെ ഒരു വ്യക്തിയുള്ള ഒരു പരിമിതിയോടെ ഒരു കുട്ടി ആ വീട്ടിൽ ഉണ്ടായാൽ സമൂഹത്തിൽ നിന്ന് തന്നെ അകറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട്, നമ്മൾക്കടക്കം. കാരണം ഒരു ഫംഗ്ഷൻ പങ്കെടുക്കുകയാണെങ്കിൽ അവിടേക്ക് നമ്മളൊന്നും പോകാറില്ല. കാരണം ചോദ്യങ്ങളും പിന്നെ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളൊക്കെ വേറെ രീതിയിലാണ്. അപ്പോൾ പിന്നെ ആ ഒരു ചോദ്യം ചെയ്യലിനോ അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന് അഭിമുഖീകരിക്കാൻ കഴിയാത്തത് കൊണ്ടൊക്കെയാണ് നമ്മളൊന്നും പങ്കെടുക്കാതിരിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾക്ക് പോകാൻ പറ്റാതിരിക്കുന്നത്. മാജി പറഞ്ഞ ഈ ഒരു സാധനം നമ്മളിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പല പരിപാടികൾക്കും പോയി ഇതെന്താണ് ഇങ്ങനെ അതൊന്നും ഒരു പ്രത്യേക കാണുപാട് ഇപ്പം കുറെ മാറി വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്, ഇപ്പൊ പഴയ കാഴ്ചപ്പാടല്ല. സമയത്ത് ഇപ്പം ഇവരെന്തെങ്കിലും പ്രായ കുറവാണെന്ന് തോന്നുന്നു, മരണം അനുഭവിച്ച സാധനങ്ങളാണ്. ഞാൻ ഒരു 10-36 കൊല്ലമായി ഇത് വീൽ ചെയറിൽ. പക്ഷെ ആ തുടക്കങ്ങളിലൊക്കെ നല്ലോണം ഫേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലരും വിദ്യാഭ്യാസത്തിലായി പോവുക. പക്ഷെ ഇപ്പം കുറേ മാറ്റം ഉണ്ടെങ്കിൽ പോലും നമ്മളെ പൊതുസമൂഹം ഇപ്പോഴും ഭിന്നശേഷി എങ്ങനെ സമീപിക്കണം, എത്ര ഭിന്നശേഷി അറിയില്ല. എല്ലാവരോടും ഒരേ മാതിരിയാണ്. ഇപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളോട് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ചിലൊരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ബുദ്ധിപരമായ വെല്ലുവിളി അതുപോലും അറിയാത്ത ആളുകളുണ്ട് ഇപ്പോഴും. അതെന്താണെന്ന് വെച്ചാലേ ഈ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മാധ്യമങ്ങൾ ഒരു കാലത്ത് തുടങ്ങി വെച്ചൊരു നല്ല കാര്യം, അതായത് ഇത്തരം സക്സസ് സ്റ്റോറീസ് വരുമ്പോൾ ഡിസബിലിറ്റി ഡിസ്കസ് ചെയ്യപ്പെട്ടു. പക്ഷേ ഇത്രയും കാലമായിട്ടും അതേ സ്റ്റോറികൾ തുടരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നു. അതായത് ഈ സക്സസ് സ്റ്റോറിക്ക് അങ്ങേപ്പുറത്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പിന്നെ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കോ അതിന്റെ പരിഹാരങ്ങളിലേക്കോ ഒന്നും ശ്രദ്ധ പോവാതെ ഓക്കെ ഇവരൊക്കെ ഇവിടെ സമാധാനപൂർണമായി ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാധനം. പിന്നെ നമ്മൾ ഇപ്പോൾ നേരത്തെ മാരി പറഞ്ഞ പോലെ തന്നെ അതായത് ഒരു സ്പെഷ്യൽ കഴിവ് ഉണ്ടാവണം എന്ന രീതിയിലേക്ക് ഇത്തരം വാർത്തകൾ ചിന്തകൾ നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത്തരം ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങൾക്കും പിന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിനും ഒക്കെ പിന്നെ എന്തിനേറെ നമ്മൾ ഭാഷയിൽ പോലും ഉപയോഗിക്കുന്ന വാക്ക് ഭിന്നശേഷി എന്നാണല്ലോ. അതായത് എന്തോ വിഭിന്നമായ എന്തോ ഒരു ശേഷിയുള്ള
വികലാംഗൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിനെ അതിന് നവീകരിച്ച് ഇവിടേക്കാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അതല്ല, വാക്കില് ഭംഗിയുണ്ടെന്ന് തന്നെ ഉള്ളൂ, പക്ഷെ സമീപനത്തിനും പിന്നെ അതെ WHO ഇപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നുള്ളതാണ്. അതിന് തുല്യമായ ഒരു മലയാള പദം ഇല്ല എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ ഒരു പരിമിതി. എന്ന് വെച്ചിട്ട് ഭിന്നശേഷി അല്ലെങ്കിൽ ദിവ്യാംഗ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അങ്ങനെയാണ് വരുന്നത്. അത് മനുഷ്യന് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് അവർക്കൊരു പവിത്രത നൽകുക, അല്ലെങ്കിൽ ഈ ഇത്തരം മറ്റെന്തോ ഒരു ശേഷിയുണ്ട്. ദിവ്യാംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ ബോഡി എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് പിന്നെ ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് സംസാരിക്കുമ്പോൾ പറയാനുള്ളൊരു കാര്യം, ഹ്യൂമൻ ബോഡി എല്ലാ മനുഷ്യരിലും ഉണ്ടാവുന്ന പോലെ രക്തവും ചലവും മലവും മൂത്രവും ഉള്ള സാധാരണ മനുഷ്യരുടെ ശരീരം നമ്മൾ അങ്ങനെ തന്നെ പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ അതേ ഇമോഷൻസ് എല്ലാ ഇമോഷൻസും നമ്മളുണ്ട്. ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എല്ലാ സമയത്തും പിന്നെ അയാൾ ചിരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ എന്തെല്ലോ ഒരു ബോധമാണുള്ളത്. ഇങ്ങനത്തെ കുറെ തെറ്റായ അതെ കൊണ്ടുവരണം അറിയാം. അത് ഒരു റിയാലിറ്റി ഷോ ആണ് ആ ഒരു പണി. ഈ ഓട്ടിസമുള്ള കുട്ടികളൊക്കെ പാട്ട് പാടും, ഗംഭീരമായിട്ട് പാടും എന്നൊരു ധാരണ ഉണ്ടാക്കിയ റിയാലിറ്റി ഷോ. അല്ല, പലപ്പോഴും എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്, മാരിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ മാരി എഴുതുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്കതൊന്നും പറ്റില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങളാരും അങ്ങനെ പരിഗണിക്കണില്ല. അപ്പോൾ എന്തൊരു നമ്മൾ വലിയൊരു വേറെ മാറ്റി നിർത്തുന്നു, ഇവർ വേറെ മാറ്റി നിർത്തപ്പെടും, ഇതിന്റെ കാരണത്താൽ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതിന്റെ സത്യാവസ്ഥ അതല്ല. അമ്മമാരാണ് കൂടുതൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയത്, ഒരു കഴിവില്ലാതെ. സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെ 100-ലോ 1000-ലോ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവും. അത് ഭിന്നശേഷി എന്ന് പറയുന്നവർക്കായാലും സാധാരണ മനുഷ്യന്മാർക്ക് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ അതെല്ലാം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു വിഭാഗം എപ്പോഴും ഈ വിജയിച്ചവര്, കഴിവ് തെളിയിച്ചവര്, സർവ്വശേഷിയുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്യുകയും മറ്റുള്ളവരും അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മീഡിയകൾ ബോധപൂർവം അല്ലാതെ അത് മായ്ച്ചു കളയുകയും ചെയ്യുന്നു. അല്ല, ഇനിയിപ്പോ ഒരു ന്യൂസ് വന്നാലും ആളുകളിൽ ഇതിന് മാത്രമേ അറിയുള്ളൂ, ഇത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും വിഷയങ്ങളൊന്നും ഇവരാരുടെയും ശ്രദ്ധയപ്പെടുന്നില്ല. ഒരു അമ്മ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യക്തി അനുഭവിക്കുന്നതോ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ആരും എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നുമില്ല, അല്ലെങ്കിൽ അത് അറിയാൻ ശ്രമിക്കുന്നുമില്ല. ആരും അറിയാൻ ശ്രമിക്കുന്നില്ല. അതെ അതെ. അല്ല, ചർച്ച നമ്മള് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോ അല്ല, ഒരു സാധാരണ ഒരു ഭിന്നശേഷിയുള്ള വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് മുതൽ തിരിച്ചു വരുന്നത് വരെ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞു. ഇപ്പൊ മാരി ഓഫീസിലേക്ക് പോകും, ഈ കൂട്ടത്തിൽ കുറച്ചൊരു സെലിബ്രിറ്റി ആയ ഒരു വ്യക്തിയാണ്, എന്നിട്ടും ഇപ്പൊ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നവരെ അനുഭവിക്കേണ്ടി നമ്മൾ തന്നെ ഒരു വ്യക്തി, നമ്മളിപ്പോ സ്ഥിരം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് നമ്മൾ അനുഭവിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, ഒറ്റയ്ക്ക് നിൽക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസങ്ങളുണ്ട്. കാരണം കൂടെ ആളില്ലാണ്ട് പറ്റില്ല എന്നുള്ളതൊരു വലിയൊരു വിഷയം. അത് നമുക്ക് കൂടെ നിൽക്കാൻ, ഇനിയിപ്പോൾ നമ്മളൊരാളെ, ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മക്കളാണ് കൂടെ നിൽക്കുന്നത്, നമ്മൾ വേറെ അന്വേഷിക്കുമ്പോഴും ആളുകൾ കാണുന്നത് വയ്യാത്ത ആളല്ലേ, അപ്പോൾ അവർക്ക് പലതും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് തന്നെ ഒരു മുൻധാരണയാണ്, നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പരിചരിക്കേണ്ടി വരും, നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ടാണ് അവരൊന്ന് ഓക്കെ, അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതിലൊരു വേറൊരു മാറ്റി നിർത്തലും കൂടി ഉണ്ട് അതിനകത്ത്. പിന്നെ വേറൊന്നും പറഞ്ഞാൽ നമ്മളൊരു വണ്ടിയിൽ വന്ന് വീൽ ചെയറിൽ വരികയാണെങ്കിലോ അല്ലെങ്കിൽ വീൽ ചെയറിൽ പോകാൻ പറ്റുന്ന ഒരു സൗകര്യങ്ങളല്ല ഞാൻ വന്ന സമയത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ ഓഫീസിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വന്നതിന് ശേഷമാണ് എനിക്ക് അവിടെ റാമ്പ് സൗകര്യം ഉണ്ടാക്കി തരുന്നു, ബാത്റൂം സൗകര്യം ഉണ്ടാക്കി തരുന്നു. ഒന്നത്. പിന്നെ പൊതുവായിട്ടുള്ളൊരു ധാരണ, ഇവർക്കൊന്നും കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിന്ന് ചെയ്യുന്നൊരു വ്യക്തി എന്ന രീതിയിലല്ല നമുക്ക് കിട്ടുന്നൊരു പരിഗണന. ഒരു ഔദാര്യം പോലെ ഇതൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കുന്നില്ലേ, ഇതൊക്കെ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അപ്പൊ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഭിന്നമായ രീതിയിൽ കാഴ്ചപ്പെടാൻ, നമ്മുടെ വ്യക്തിക്ക് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടോടെയാണ് എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും. അപ്പോൾ ഒരു ടൂറ് സംഘടിപ്പിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലമല്ല, അങ്ങോട്ട് വരാതിരിക്കുക, അപ്പോൾ അതൊക്കെ അവർ നമ്മളൊരു മാറ്റി നിർത്തുന്ന ഒരു
ചില സംസാര രീതികളും ഉണ്ടാവാറുണ്ട്. ഇല്ലാത്തത് സത്യമാണ്, പക്ഷെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറ്റില്ലെന്നും അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കണ്ടെന്നും അങ്ങനെ ഒരു മുൻവിധിയാണ് നമ്മളോട് കാണിക്കുന്നത്. പിന്നെ നമ്മളുടെ ഒരു ഇടപെടൽ കാരണം അല്ല ഞാനും വരും എന്നുള്ള ആ ഒരു എടുത്തുചാട്ടത്തിൽ നമ്മൾ പലതും തയ്യാറാവാണ്. പ്രയാസങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല, നമ്മളത് തരണം ചെയ്യാൻ നമുക്ക് പറ്റുന്നുള്ളൊരു ധൈര്യം ഒരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ മറ്റു കൊണ്ടുപോകുന്നവർക്കും കൂടി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് ഓക്കെ എന്നുള്ളൊരു നേരത്തെ പറഞ്ഞേ ഓരോരോ മിത്തുകളുടെ ഭാഗമാണ്. ഇപ്പോൾ മാരിയുടെ കൂടെ ഒരാളെ നിൽക്കാൻ നമ്മൾ മാരി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയ്യാത്ത ഒരാൾ പിന്നെ പരിചരിക്കേണ്ടുന്ന ഒരാൾ എന്നുള്ള മാരി എത്രയോ വർഷമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അവരുടെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പോഴും നമ്മൾ ഈ രോഗി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് മനുഷ്യന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, രോഗിയായിട്ട്. അതായത് ഇതൊരു രോഗാവസ്ഥയല്ലെന്നും നീണ്ടവനും കുറിയവനും തടിച്ചവനും മെലിഞ്ഞവനും ഒക്കെ ഉള്ളതുപോലെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ മാത്രമാണെന്നും നമ്മൾ പിന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടുന്ന ഒരു സാധനം. അതിനങ്ങേപ്പുറത്ത് മറ്റൊന്നുമില്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ യുനെസ്കോക്കും നജീബ്ക്കും ഒരേപോലെ എല്ലാ വേഗമുള്ളത് എന്ന പോലെ എന്നെ സംബന്ധിച്ചുള്ളത് പോലെയല്ല യൂനിസിനുള്ളത്, യൂനിസിനെ പോലെയല്ല യാസറിനുള്ളത്, യാസറിനെ പോലെയല്ല മാരിക്കുള്ളത്. ഓരോ അവസ്ഥയാണ്, അത് ശരീരത്തിൻ്റെ ഒരു അവസ്ഥയായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടുന്നത്. അതൊരു പിന്നെ ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു പിന്നെ ലാക്ക് ഓഫ് ബോഡി അങ്ങനെയല്ല, ബോഡിയുടെ ഒരു ഇല്ലായ്മ അതുമല്ല. അത് ശരിക്കും എല്ലാ തരത്തിലുള്ള ശാരീരിക അവസ്ഥ പോലെ ഒരു ശരീരത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയെ ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മുടെ സമൂഹവും സ്ട്രക്ചറും ഒന്നും മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോഴും എത്രയോ മനുഷ്യർ നമുക്ക് പിന്നെ വീടിനകത്ത് നിൽക്കുമ്പോഴും പലപ്പോഴും ഓരെന്തുകൊണ്ട് അവിടെ നിൽക്കുന്നതെന്ന് അന്വേഷിക്കുമ്പോൾ ഓരെ സംബന്ധിച്ച് അവർക്ക് മൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. അല്ല, നമ്മളിപ്പോൾ സമൂഹം മാറണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ പാഠപുസ്തകങ്ങളിലാണ് ഇപ്പോൾ പുതിയ തലമുറക്ക് നമ്മളിത് പഠിപ്പിക്കേണ്ടത്. പാഠപുസ്തകങ്ങളിലാണ് നമ്മുടെ സമൂഹത്തിനെ കുറിച്ച് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. ഈ ഭിന്നശേഷിയായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അങ്ങനെ ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളുള്ളതായിട്ട് അറിയില്ല. ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പാഠപുസ്തകങ്ങളിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിസബിൾഡ് മനുഷ്യരെ കുറിച്ചൊക്കെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അവരുടെ പ്രത്യേക കഴിവിനെ കുറിച്ച് ഒക്കെ ഉണ്ടാവും. അതിന്റെ അതൊക്കെ ഉണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവരെ നമ്മൾ എത്ര പരിഹസിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാക്കാൻ പറ്റും എന്നുള്ളത് സോഷ്യൽ മീഡിയയിലും സിനിമകളും പരമാവധി കാണിക്കുന്നുണ്ട്. അതാണ് പൊതുജനങ്ങളുടെ കാഴ്ചയിലുള്ളത്. കാരണം ഒരു വൈകല്യമുള്ള ഒരാളെ എങ്ങനെ വൈകല്യമുള്ള കോലത്തിൽ ചിരിപ്പിക്കാൻ പറ്റും, അല്ലെ കാഴ്ചയില്ലാത്ത ഒരാളെ കാണിക്കുന്നത് എത്ര അപ്പൊ അത് ചെറിയ കുട്ടികളിൽ തൊട്ട് കയറി വരുന്ന ചിന്തകൾ ഇവരിങ്ങനെ ഒരു പരിഹാസ കഥാപാത്രങ്ങളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളോട് പരമാവധി ആളുകൾക്കുണ്ട്. അപ്പൊ അവർക്ക് കിട്ടേണ്ട പരിഗണന അല്ല കൂടുതൽ ഈ സിനിമകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കാണിക്കുന്നത്. അവർക്ക് എങ്ങനെ കൊടുക്കുക അത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയും പോലെ ഇങ്ങനെ ഇവർക്ക് കൊടുക്കേണ്ട പരിഗണന എന്താണെന്നുള്ളത് നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ല. കണ്ടത് മുഴുവൻ നമ്മൾ ഈ പറയുന്ന രീതിയിൽ തമാശക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഈ ക്രൈം സിമ്പിളൊക്കെ ആയിട്ട് ഒറ്റ കയ്യൻ ഇങ്ങനെയുള്ള ഒരാൾ ഒരു ക്രൈം പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൈയില്ലാത്ത ഒരാൾ, ഇതൊക്കെ ഒരു എന്താ പറയുക പൊതുബോധത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഡിസേബിൾഡായ മനുഷ്യരെ കുറിച്ച് ഉണ്ടാവുന്ന ഫോബിയകളാണ് ഇതൊക്കെ. പിന്നെ ഇവരൊക്കെ എന്തോ ഒന്നിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ ചെറിയ മക്കളൊക്കെ പിന്നെ ഇപ്പോൾ ഒരാളിങ്ങനെ മുടന്തി വരുന്നതും പിന്നെ അതുപോലെ നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. മുടന്തി വരുന്നതും പിന്നെ അതുപോലെ വളരെ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ പൊതു ആളുകൾ നടക്കുന്ന പോലെ നടന്നു വരുന്നതും കാണുമ്പോൾ ഈ മുടന്തി വരുന്നവൻ എന്തുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ പേടിക്കുന്നത്? അല്ലെങ്കിൽ ശരീരത്തിനൊരു ഒരു വൈരൂപ്യമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സൗന്ദര്യത്തിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ച സൗന്ദര്യബോധത്തിൻ്റെ പുറത്തുള്ള ഒരു മനുഷ്യനെ എന്തുകൊണ്ടാണ് നമ്മളെ മക്കൾ പേടിക്കുന്നത്?